എന്തൊക്കെയാണ് നിങ്ങളുടെ പരാക്രമങ്ങൾ? നാട്ടുകാർ കാണാൻ പോവാണ് നിങ്ങളുടെ പരാക്രമം. അല്ല, പരാക്രമം ഒരു എന്താ പറയാ, ഈ പേര് പറയുന്ന പോലെ മറ്റേ അടിപിടി അതല്ല മോഡ്, അതും അതൊരു ലെയർ ആയിട്ടുണ്ട്. പക്ഷേ മെയിൻലി ഈ പറയുന്ന ഫാമിലി ഫ്രണ്ട്ഷിപ്പ് അതിലൂടെയൊക്കെ പറഞ്ഞു വന്നൊരു കഥയാണ്. ഇപ്പൊ ട്രെയിലർ കഴിഞ്ഞിട്ട് വാഴയുടെ സ്പിൻ ഓഫ് ആണോ ഇടിപ്പടമാണോ അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ ഓഡിയൻസിന് നിലനിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റി പറയാനുള്ളത്? അങ്ങനെയല്ല, അല്ല അതുമായിട്ട് ഒരിതുമില്ല. വാഴയ്ക്ക് മുന്നേ കഴിഞ്ഞു. ഓക്കെ, വാഴയ്ക്ക് മുന്നേ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അത് തമ്മിലൊരു ബന്ധവുമില്ല. പിന്നെ കഥാപാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം അങ്ങനെ സെറ്റ് ചെയ്യുന്നില്ല. കാരണം ഗുരുവായൂരിനകത്ത് അഭിനയിച്ചവരാണ് ഞാനും അമിതും ജോമനും. അപ്പം അടുത്തൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ പുതിയ ആൾക്കാരെ വെച്ചിട്ടൊരു പ്രൊജക്റ്റ് ദേവിൻ്റെ കൂടെയുള്ള അങ്ങനെയാണ് കാസ്റ്റ് ഒക്കെ വരുന്നത്. പക്ഷെ വാഴ ഷൂട്ട് കഴിഞ്ഞ് വാഴ പെട്ടെന്ന് ഇറങ്ങി. ആ കോംബോ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നു. അപ്പൊ ആൾക്കാർ പെട്ടെന്ന് ഇത് അതിന്റെ ബാക്കിയാണോ എന്ന് കരുതുന്നു. ഓൾറെഡി വാഴ 2 അനൗൺസ് ചെയ്യുന്നു. ഇതെല്ലാം കൂടെ ആൾക്കാർ അതാണ്, അല്ലാതെ ഒരു ബന്ധമില്ല. ദേവ് ചേട്ടന്റെ കംപ്ലീറ്റ്ലി വേറൊരു ലുക്കാണ്. എത്ര കഷ്ടപ്പെട്ടു ശരിക്കും ആ ഒരു ലുക്കിന് വേണ്ടിട്ട്. മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ബോഡി വെയിറ്റ് ഒക്കെ ഒരുപാട് കുറഞ്ഞ പോലെ. 6-7 കിലോ കുറച്ചു. അങ്ങനല്ല, ഞാൻ ചേട്ടൻ അല്ലാതെ ഭയങ്കര പ്രായമായിട്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ. പക്ഷെ ഭയങ്കരമായിട്ട് യങ് ആയിട്ട് ഭയങ്കര ഈ പൊതുവെ എപ്പോഴും കുറച്ച് താടിയുള്ള ഇതാ ഞാൻ ചെയ്തിട്ടുള്ളത്, ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഇതിലാണ് ഇങ്ങനെ ഒരു കോളേജിന്റെ ഒക്കെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ട്രിം ചെയ്ത് ഒരു പുതിയൊരു ഫേസ്. ഓക്കെ, ഇവിടെ ഒരാളിരിപ്പുണ്ട്, സച്ചിൻ അല്ലേ? സച്ചിൻ വില്ലനായിട്ടാണ് ഈ മൂവിയിൽ വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ പറഞ്ഞോ. വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് മൂവി അല്ലേ? എന്റെ ഫസ്റ്റ് മൂവിയാണ്. അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു ചെറിയ റോള് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഭീഷ്മപർവ്വത്തില് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒന്നായിട്ട് ആദ്യത്തെ പരാക്രമത്തിലൊരു വില്ലൻ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് എങ്ങനെയാണ്? ആക്ച്വലി അർജുനായിട്ടും ഞാനും അണ്ടർവേൾഡ് എന്ന് പറയുന്ന മൂവിയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അന്നോട്ടെ ഞാൻ ഈ സബ്ജക്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബന്ധം വളർന്നു വന്നപ്പോ സ്വാഭാവികമായിട്ടും ഇവൻ മറ്റേ അർജുനേട്ടന്റെ ചേട്ടാ കൂടെ കാണും ഞാൻ. എനിക്ക് മറക്കാൻ, നിങ്ങള് മറ്റേ ദൈവതുല്യൻ അല്ല, ദൈവമാണ്, ദൈവമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ചേട്ടന്റെ കൂടെ കാണും, എന്ത് നമുക്ക് ഒരുമിച്ചുണ്ടെന്ന് ഷൂട്ട് തുടങ്ങി. ഞാൻ പ്രീം പോസ്റ്റും 3 ദിവസം ഷൂട്ട് കഴിഞ്ഞവന്റെ 4 ദിവസം ഓടിക്കഴിഞ്ഞപ്പോ പത വന്ന് 3-ാമത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോഴേ ഇനിയും ഈ ക്യാരക്ടറിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വേറെ ആളെ കൊണ്ടുവരാൻ പറ്റത്തില്ല, വേണം എടുത്തത്. ഞാൻ ഏടിപ്പണി എടുക്കും, അഭിനയിക്കുകയും ചെയ്യും. ഫസ്റ്റ് ഡേ ഞങ്ങള് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഫുട്ബോൾ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്ന ഒരു ആവശ്യമില്ല, വെറുതെ ഓടുക. അർജുന്റെ മുന്നിൽ കൂടെ 5 ക്ലാസ്സൊക്കെ ഓടി പണിയെടുക്കണം എന്നൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ ഇവന്റെ ഷൂട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞപ്പോ അവിടെ കണ്ടിന്യൂ നോക്കുന്ന ആളാന്ന് കൊണ്ടുവരും. നോക്കുമ്പോ അവൻ പറയും, ഞാൻ നടനാണ്, ഞാൻ ആക്ടർ, എനിക്കൊന്നും ആളെ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പുതുമുഖമാണ്, അപ്പൊ ഊക്ക് വണ്ടി ഞാനായിരിക്കും. പിന്നെ കേട്ടോണ്ടിരുന്നേ പറ്റുള്ളൂ. പടം കഴിഞ്ഞാലും നമ്മള് നിങ്ങളുടെ ടോട്ടൽ സെറ്റിന്റെ ഒരു വൈബ് ഇങ്ങനെ തന്നെ ആയിരുന്നായിരിക്കും അല്ലേ? ലൈക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ. എല്ലാരും സമപ്രായക്കാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സമപ്രായക്കാരാണ്. 10-35 ഇവരൊക്കെ എന്നെ കളവുള്ളതാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പമായിട്ട് തോന്നിയിരിക്കുന്ന അമിതേട്ടനാണല്ലേ? പക്ഷെ വാഴയിലും അങ്ങനെയല്ലേ? കേരള ധനുഷായിട്ടാണ് ഞങ്ങൾ. സിജുവിന് ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഒരു വേറൊരു വേർഷൻ പറയുവാണെങ്കിൽ ആരുടെ പറയും? കേരള ഇപ്പൊ ധനുഷ് പറഞ്ഞല്ലോ, സിജുവിന് നമുക്ക് ആരെ കൊടുക്കാം? കേരള സിജു. പകരം വെക്കാത്ത മാറ്റൊരുക്കിന്റെ കാര്യം
അപ്പം സിജുവിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് രാത്രിയൊക്കെ ഇരുന്ന് ഡയറക്ടേഴ്സിന് മെസ്സേജ് അയക്കുമായിരുന്നു, എന്നിട്ട് അങ്ങനെ ചാൻസ് ചോദിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. രാത്രിയൊക്കെ ഇരുന്ന് എന്ത് ചെയ്തു? മറ്റേ എന്റെ ഓവർ തിങ്കിങ്, അതായത് രാവിലെ ആകുമ്പോ എല്ലാ ആൾക്കാരും ഇവർക്ക് മെസ്സേജ് അയക്കും. അപ്പൊ രാത്രി ആകുമ്പോൾ ഇവർക്ക് മെസ്സേജ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് മെസ്സഞ്ചറിൽ ഇങ്ങനെ കത്തിക്കിടക്കും. അപ്പൊ നമ്മൾ അവിടെ സിജു സണ്ണി മറ്റേ ആക്ടർ സിനിമ അറിയാത്ത കാലമായിരുന്നു, അന്ന് സിനിമ അറിയില്ല, അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ പക്ഷെ അങ്ങനെ റിപ്ലൈ തന്നതൊക്കെ ഉണ്ട്. നൈസ് പരിപാടിയാണ്. അതെ, ഞാനും ചെയ്തിട്ടുണ്ട്. രൺ ടൈം വീക്കിലി പിടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അത് വലിയൊരു വിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് പണ്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഗോകുൽ എന്ന് പറയുന്ന ഒരാൾക്ക് അയച്ചു കൊടുത്തു. അതായത് മരണമാസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അയച്ചു കൊടുത്തിട്ട് പുള്ളി പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അന്നേരം വേറെ ആർട്ടിസ്റ്റിനെ ചേർന്ന്, ഈ ആർട്ടിസ്റ്റിനെ ചെയ്യാൻ പറ്റത്തില്ല, ഇത് പറ്റേ ഭയങ്കര ഇതാണ്. അന്ന് ലൂക്കെ ചെയ്തിട്ടിരിക്കുകയാണ്, പ്രൊഡ്യൂസറാണ് ഗോകുല്. ആ സമയത്താണ് അയക്കുന്നത്. ഓക്കെ, എന്നിട്ട് മരണമാസ സമയമാണ്. മരണമാസിന്റെ സമയമായപ്പോഴത്തേക്കിന് ടോയ്ചേട്ടൻ്റെ അടുത്ത് ഡയറക്ടർ സംസാരിച്ചിട്ട് പറഞ്ഞു, എടാ അതിന്റെ ഓൺലൈനും ഡീറ്റെയിൽസും ഡയറക്ടറോട് പറഞ്ഞു ഗൂഗിളിൽ അയച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ തൊട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞ പേര്. അപ്പൊ ഞാൻ ചുമ്മാതെ ഇൻസ്റ്റ തപ്പിയ പരിചയമില്ല. ഞാൻ മെസ്സഞ്ചർ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. മെസ്സഞ്ചർ കയറി നോക്കിയപ്പോ തേണ്ട കിടക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് അയച്ച മെസ്സേജ് എല്ലാം. ഇതിപ്പോ അൺസെൻഡ് ചെയ്യണോ? മറ്റേ അൺസെൻഡ് ഒന്നും ഇല്ലല്ലോ, മറ്റേ ഇതിനകത്തല്ലേ, പഴയതല്ലേ. അന്നേരം ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആ മരണവാസ് ഇപ്പൊ ചെയ്യുന്നത് അവരാണ്. EP ആയിട്ട് വർക്ക് ചെയ്യുന്നത് ടിങ്സൺ ചേട്ടനും ഗോകുലും അവരൊക്കെയാണ്. അപ്പൊ ദേവ് ചേട്ടൻ എങ്ങനെയാണ് പരാക്രമത്തിലേക്ക് എത്തിയത്? പരാക്രമത്തിലേക്ക് എത്തുന്നത് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഹാരിസ്ക്ക് ഉണ്ട്. ഹാരിസ്ക്ക് ഈ പ്രോജക്റ്റ് അറിയാം, അർജുനുമായിട്ട് ഡയറക്ടറുമായിട്ട് കണക്ട് ഉണ്ട്. അപ്പൊ ഹാരിസ്ക്ക് അറിയാവുന്ന സബ്ജക്റ്റാണ്. അങ്ങനെ ഹാരിസ്ക്ക് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ടു നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഹൈദരാബാദിൽ ഒരു പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പോ അർജുൻ എന്നെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ പറയുന്നില്ല, നരേറ്റ് ചെയ്യുന്നില്ല, സ്ക്രിപ്റ്റ് അയച്ചു തരാം, ഒന്ന് വായിച്ചു നോക്ക്, വർക്കാവോ നോക്ക്. അങ്ങനെ ഞാനത് അന്ന് ഫ്രീ ആയിരുന്നു. വൈകിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ അത്യാവശ്യം പെട്ടെന്ന് വായിച്ചിങ്ങനെ പോകുന്നുണ്ട് പരിപാടി. പിന്നെ അങ്ങനത്തെ ഒരു സ്പേസ് ഞാൻ ചെയ്തിട്ടില്ല, എല്ലാം കുറച്ച് സീരിയസ് റോൾസ് ഒക്കെ അതുവരെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വൈബ് ചെയ്തൊരു പടം ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോ രസമുണ്ട്, ചെയ്യാം എന്നുള്ളൊരു മൂഡിൽ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്. ഇങ്ങോട്ട് എത്തി എന്നെ ഈ പറഞ്ഞ പുരുഷപ്രദം കണ്ടിട്ട് ഇതിന്റെ ചീഫ് അസോസിയേറ്റ് ഷെല്ലി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ഷെല്ലി ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഒരു പരിപാടി ഉണ്ട്, ഒരു ഓഡിഷൻ പോലെ ഉണ്ടെന്ന് വരുമെന്ന് ചോദിച്ചു. അങ്ങനെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് മേ ബി എൻ്റെ ക്യാരക്ടർ ഉണ്ടോ എന്തോ അത് കൺവിൻസ് ആയി. അവിടെ ചെയ്ത പരിപാടി അങ്ങനെ അർജുൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് അർജുൻ ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുകയായിരുന്നു. അങ്ങനെയാണ് സെലക്ട് ആയത്. ഇപ്പൊ വാഴയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടോ? അത് സ്വാഭാവികമായിട്ട് ആ കാസ്റ്റ് തന്നെ വരുന്നു. അത് കാണുമ്പോഴത്തേക്ക് വരുമ്പോഴൊക്കെ ആൾക്കാർ അങ്ങനെ സംസാരിക്കും.